Hi all, welcome to Coolstock YouTube channel. January 23rd Nifty 50 Trading Analysis. Coolstock SNK Indicator ഫ്രീ ട്രയൽ ആവശ്യമുള്ളവർ താഴെ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 9400273266. ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസ് നോക്കാം. ഓക്കെ അക്ഷിത, ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസിൻ്റെ മുമ്പ് ഇന്നലത്തെ ക്ലോസിങ് ബി ടി എസ് ടി ഇന്നലെ എന്താ വന്നിരിക്കുന്നത്? 25,300 CE. 25,300 CE ആണ് ഇന്നലെ കാട്ടിയിരിക്കുന്നത്. 25,300 CE ഇവിടെ കാട്ടി. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3:24 ക്ലോസ് ആയതിനു ശേഷം 25,300 കോൾ സ്ട്രൈക്ക് ലോഡ് ചെയ്യുക. അതിന്റെ കാൻഡിലിന്റെ ടോപ്പിലുള്ള പ്രൈസ്. ഓക്കെ, ഗുഡ്. അപ്പോൾ നമ്മൾ 3:24 സ്ട്രൈക്കാണ് ഇട്ടിരിക്കുന്നത്. 25,300 കോളാണ്. 3:24 കാൻഡിലിൻ്റെ ഹൈ എന്ന് പറയുന്നത് എത്രയാ? 169. ഇന്നലെ അത് 3:24 കഴിഞ്ഞ ശേഷം 169 വന്നോ? ഇല്ല. അപ്പൊ ഇന്നലെ BTST ട്രേഡ് ഇല്ല. അതെ. അപ്പൊ ഇന്നലെ BTST ട്രേഡ് തന്ന സിഗ്നല് 25,300 CE ആണ്. 3:24 കാൻഡിലാണ് നമ്മളുടെ ബൈ കാൻഡിൽ. 3:24 കാൻഡിലിന്റെ ഹൈ ടോപ്പ് 169 ആണ്. 3:24 കഴിഞ്ഞ ശേഷം ഒരു കാൻഡിലും മാർക്കറ്റ് ക്ലോസ് ആവുന്നവരെ 169 എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്നലെ ഓർഡർ ഇല്ല. ഇന്നലെ ഇട്ട ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല. ഇന്നലെ അപ്പം ബൈ നടന്നിട്ടില്ല. റൈറ്റ്. അപ്പോൾ ഇന്നത്തെ തന്നെ പോവാം. അപ്പോൾ ഇന്നലെ BTST ബൈ നടന്നിട്ടില്ല. ഇന്ന് രാവിലെ അപ്പോൾ എക്സിറ്റ് ആവാനും ഇല്ല. കാരണം ഇന്നലെ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ലല്ലോ. ഇനി 9:15 മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് എന്താണെന്ന് നോക്കാം. 9:15 മാർക്കറ്റ് ഓപ്പൺ ആയി. ഫസ്റ്റ് കാൻഡിലിൽ ഒരു സിഗ്നൽ വന്നു. അതെന്താണ്? പ്രൈമറി സിഗ്നൽ, ഇൻട്രാഡേ സിഗ്നൽ 25,300 PE ആണ്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ഫസ്റ്റ് കാൻഡിലിൽ വരുന്ന സിഗ്നല് നമുക്ക് ആ ദിവസത്തെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് എന്തായിരിക്കും എന്ന് നൽകുന്ന ഒരു സൂചനയാണ്. ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ആവുന്നേരത്ത് BTST ആയിരുന്നു പറഞ്ഞത്. കോൾ ആയിരുന്നു പറഞ്ഞത്. 25,300 കോള്. 169 അതിന്റെ ബൈ പ്രൈസ്. അത് ഇന്നലെ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല. ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നേരത്ത് സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പിലായിരുന്നു. പക്ഷെ ഫസ്റ്റ് കാൻഡിൽ തന്നെ അത് റെഡ് ആണ് കാട്ടിയത്, മെറൂണ്. അപ്പം രാവിലെ അത് PE ആയിട്ട് വന്നു. അപ്പൊ ഇവിടെ എന്താ ഉള്ളത്? എന്താ സംഭവിച്ചവിടെ? കോൺഫ്ലിക്റ്റ് ഉണ്ട്. വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ആവുന്നേരത്ത് കോള് പറയുന്നു. പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ആയപ്പം 9 മണി തൊട്ടിട്ട് 9:07 വരെയുള്ള പ്രീ മാർക്കറ്റിന്റെ വോളിയൂമും ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ഈ സിഗ്നൽ കാട്ടുക. ഈ സിഗ്നൽ കോളല്ല, പുട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്? 9:29 സിഗ്നലിൽ നമ്മൾ എന്താവണം? ശ്രദ്ധിക്കണം. അപ്പോൾ 9:29 കാൻഡിലിൽ വരുന്ന കുൾസ്റ്റോക്ക് അനാലിസിസ് എന്ന് പറയുന്ന സിഗ്നല് CE ആണെന്നുണ്ടെങ്കിൽ ബ്ലൂവും, PE ആണെങ്കിൽ മെറൂണാണ് വരിക. പക്ഷെ ഇന്ന് കോൺഫ്ലിക്റ്റ് ആയതുകൊണ്ട് അത് ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് വരുന്നത് ഒരു യെല്ലോയിഷ് ഓറഞ്ച് ആണ്. യെല്ലോയിഷ് ഓറഞ്ച് വന്നു. എന്താണ്? 25,350 CE. 25,350 CE. ഓക്കെ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ 9:29 കാൻഡിൽ ക്ലോസ് ആവുന്ന വരെ കാത്തു നിൽക്കണം എന്ന് പറയുന്നത് ഈ ഇൻഡിക്കേറ്ററിൽ ഉപയോഗിച്ചിരിക്കുന്നത് മാത്തമാറ്റിക്കൽ ഫോർമുലയാണ്. അത് 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് തന്നെ തികയണം. അത് 14 മിനിറ്റ് 59 സെക്കൻഡ് ആയാൽ പോലും അത് 15 മിനിറ്റ് അല്ല. അപ്പോൾ മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് തെറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ആക്ച്വൽ ഈ കാൻഡിലിൽ ആദ്യം വന്നത് ഒരു PE ആണ്. പിന്നെ ഒരു 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് CE ആയി മാറിയതാണ്. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. കാൻഡിൽ വരുന്നത് കണ്ടോ, PE വന്നു. അത് കഴിഞ്ഞിട്ട് CE ആയിട്ട് മാറി. ശ്രദ്ധിച്ചോ? ഒന്നും കൂടി കാട്ടിത്തരാം. അത് ആദ്യം CE ആയിരുന്നു, പിന്നെ അത് PE ആയി. ആദ്യം അത് PE ആയിരുന്നു, പിന്നെ അത് CE ആയി മാറി. അപ്പം കാൻഡിൽ ലൈവില് ഇപ്പം ജമ്പ് ആവുന്ന പോലെ അല്ല. ലൈവിൽ അത് കുറച്ചും കൂടി അവിടെ സസ്റ്റെയിൻ ആവും. ആ സസ്റ്റെയിൻ ആവുന്ന നേരത്ത് തിരക്ക് കൂട്ടിയിട്ട് അതന്നെയാണ് എന്ന് പറഞ്ഞെടുക്കരുത്. ഇവിടെ ഇപ്പം ഈ ജമ്പ് വന്ന പോലെ ഇങ്ങനെ വരും.
അതുകൊണ്ട് ക്യാൻഡിൽ ക്ലോസ് ആവാൻ കാത്തിക്കുക. ക്യാൻഡിൽ ക്ലോസ് ആയപ്പം 5,350 കോളാണ് സസ്റ്റെയിൻ ആയത്. അപ്പോൾ 25,350 കോള് 300 കോളുടെ 25,350 കോളിന്റെ സ്ട്രൈക്ക് ലോഡ് ചെയ്യാം. ആ ലോഡ് ചെയ്തിട്ട് അതിൽ എന്താ എടുക്കേണ്ടത്? നമ്മള് 9.29 ക്യാൻഡിലിന്റെ ടോപ്പ് എത്രയാണോ റേറ്റ് അത് നോക്കുക. അതാണ് നമ്മളുടെ ബൈ പ്രൈസ്. അപ്പോൾ ഇന്ന് രാവിലെ 9.29 ക്യാൻഡിലിന്റെ ടോപ്പ് പ്രൈസ് എത്രയാ? 129. യെസ്. അപ്പൊ 129 വന്നാൽ മാത്രമേ ബൈ ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ അടിയിൽ ഇപ്പൊ ഓൾറെഡി അത് 111, 102 ഒക്കെയാണ്. അപ്പം ഇപ്പം തന്നെ നമ്മൾ വാങ്ങിയാൽ നല്ല പ്രോഫിറ്റ് കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏതായാലും സ്ട്രൈക്ക് പറഞ്ഞതല്ലേ. അപ്പം ഈ സ്ട്രൈക്ക് ഈ 102 ലെവലിൽ വാങ്ങിയാൽ പ്രോഫിറ്റ് വളരെയധികം കൂടുതലോ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ വാങ്ങരുത്. ഈ വന്ന സ്ട്രൈക്കിൽ ഈ പ്രൈസ് 129 എന്ന് പറയുന്ന പ്രൈസ് എത്ര മണീൻ്റെ ഉള്ളിൽ വരണം? 9:45. യെസ്. ഗ്രേസ് പീരീഡ് ആയിട്ട് 2 മിനിറ്റും കൂടി. അപ്പം ഒരു ഫുൾ സ്റ്റോക്ക് അനാലിസിസ്, ഒരു സിഗ്നൽ വന്നു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി തിയറി വെച്ചിട്ട് പരമാവധി 15 മിനിറ്റിൻ്റെ ഉള്ളിൽ സിഗ്നൽ വന്ന് 9:30 വന്നാൽ 29 ക്യാൻഡിൽ 30 ക്ലോസ് ആയി കഴിഞ്ഞാൽ 9:45 ഉള്ളിൽ നമ്മളുടെ ബൈ പ്രൈസിന്റെ മേലേക്ക് പോകണം. അവിടെ ബൈ പ്രൈസ് എക്സിക്യൂട്ട് ആവണം. ബൈ പ്രൈസ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞ ശേഷം പിന്നെ ടാർഗറ്റ് അടിക്കാൻ വളരെ ചുരുങ്ങിയ സമയം മതി. അതല്ല പക്ഷെ എക്സിക്യൂട്ട് ആവുന്നത് തന്നെ 9:45, 2 മിനിറ്റ് ഗ്രേസ് പീരീഡ് അടക്കം. ഇവിടെ ലൈന് ഇൻഡിക്കേറ്ററിൽ നമുക്ക് റെഫറൻസ് എന്ന് പറയുന്നത് ബൈ ആണ്, അപ്പർ സോൺ എന്ന് പറയുന്ന ടാർഗറ്റ് ആണ്, ലോവർ സോൺ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ആണ്. ഈ ലൈനുകളുടെ ലാസ്റ്റ് ഈ ലൈന് 9:47 അവസാനിക്കും. അതിൻ്റെ ഉള്ളിൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ലെങ്കിൽ പിന്നെ ആ ട്രേഡിന് വാലിഡിറ്റി ഇല്ല. ഇവിടെ ഇപ്പോൾ 9:40 9:46, 9:47. 9:46 ക്യാൻഡിലാണ് ഇപ്പോൾ സ്ക്രീനിൽ ഉള്ളത്. 9:47 ക്യാൻഡിലാണ് വരാൻ പോകുന്നത്. 9:47 ക്യാൻഡിലും ഇതാ വന്നു. ആ ക്യാൻഡിലും കഴിഞ്ഞ്. ഇനി ഈ ഓർഡറിന് വാലിഡിറ്റി ഉണ്ടോ? ഇല്ല, കഴിഞ്ഞു. അപ്പൊ ഇന്ന് രാവിലെ സിഗ്നൽ വന്നു, പക്ഷെ നമുക്ക് ട്രേഡ് കിട്ടിയില്ല. വേണ്ട, വരാത്ത ട്രേഡ് നമ്മൾ എടുക്കരുത്. നമ്മളുടെ പ്രൈസിൽ വരുന്നത് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഇന്ന് രാവിലെ ആദ്യത്തെ സിഗ്നൽ ഫുൾ സ്റ്റോക്ക് അനാലിസിസിൽ വന്ന ഫസ്റ്റ് സിഗ്നലിൽ ഇന്ന് ട്രേഡ് ഇല്ല. ഇനി എപ്പോഴാണ് നമുക്ക് അടുത്ത ട്രേഡ്? അടുത്ത ട്രേഡ് 11:10. 11:10. അപ്പം ഫുൾ സ്റ്റോക്ക് ഇൻഡിക്കേറ്ററിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ട്രെൻഡ് ബേസ്ഡ് അല്ല, ടൈം ബേസ്ഡ് ആണ്. ട്രെൻഡ് ബേസ്ഡിൽ നിങ്ങൾ 9:15 മുതൽ 3:30 വരെ മാർക്കറ്റിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റുകൾ കണ്ട് മനസ്സിലാക്കണം. അതിന് കണക്കായിട്ട് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യണം. പക്ഷെ ഫുൾ സ്റ്റോക്കിൻ്റെ ഇൻഡിക്കേറ്ററിൽ നിങ്ങളല്ല അത് ചെയ്യുന്നത്. അത് ഫുൾ സ്റ്റോക്ക് ഇൻഡിക്കേറ്ററിലുള്ള ഇൻബിൽഡ് AI മാർക്കറ്റിനെ സ്കാൻ ചെയ്യുകയും മാർക്കറ്റിനെ റീഡ് ചെയ്യുകയും ചെയ്തിട്ട് കൃത്യം അടുത്ത സിഗ്നൽ 11:10 വരും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമോ നിങ്ങളുടെ ബാക്കിയുള്ള എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പണികളോ ചെയ്തിട്ട് രണ്ടാമത് നിങ്ങൾ എത്ര മണിക്കാണ് വരേണ്ടത്? 11:10. 11 മണിക്ക് റെഡിയാവാം. 11 മണിക്ക് റെഡിയാവുക. 11:05 ആവുമ്പോൾ നിങ്ങൾ ട്രേഡിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ റെഡിയാക്കുക. 11:10 സിഗ്നൽ വരും. ആ സിഗ്നൽ ഏതാന്ന് നോക്കാം. ഇന്ന് ഏതാ 11:10 വന്നത്? 25,300 PE. 25,300 PE വന്ന്. 25,300 PE വരുന്നിടത്ത് ഇത് രണ്ടാമത്തെ സിഗ്നൽ. ഇന്നത്തെ രണ്ടാമത്തെ സിഗ്നൽ 25,300 PE വന്നു. നമുക്ക് രാവിലത്തെ ട്രേഡ് ഇന്ന് കിട്ടിയിട്ടില്ല. BTST ഇന്നലെ ഓർഡർ എക്സിക്യൂട്ട് ആവാത്തതുകൊണ്ട് അതും ഇല്ല. 9:29 സിഗ്നലും ഇന്ന് ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടില്ല. ഇത് ഇന്ന് രണ്ടാമത്തെ ഇൻട്രാഡേ സിഗ്നലാണ്. അത് 25,300 വന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇത് സിഗ്നൽ കൺഫേം ആയി കഴിഞ്ഞാൽ സ്ട്രൈക്ക് ലോഡ് ചെയ്തിട്ട് അതിന്റെ 11:10 ക്യാൻഡിലിന്റെ ടോപ്പിലുള്ള റേറ്റ് നോക്കാം. അതാണ് ബൈയിങ് പ്രൈസ്. ഈ സിഗ്നൽ വരുന്നിടത്ത് നമ്മുടെ ഡാഷ്ബോർഡ് നോക്കിയാൽ കാണാം. സ്ട്രെങ്ത്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ ബാരിഷ് ആണ്. SNK എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ സിഗ്നലിന് മാത്തമാറ്റിക്കൽ ഫോർമുല റീഡ് ചെയ്തിട്ട് പറയുന്നത് ബാരിഷ് ആണ്.
സീറ്റ സിഗ്മ വോളിയം മൂന്നും നെഗറ്റീവ് ആണ്. നെഗറ്റീവാണ്. അപ്പം മേലേക്കുള്ള സ്കോർ തീരെ ഇല്ല. 3-ൽ 0 ആണ്. മൊത്തത്തിൽ ബാരിഷ് ആണ്. നമുക്ക് വന്നതാണെങ്കിൽ പുട്ടാണ്. അപ്പൊ പുട്ടിന് അനുകൂലാണ് ഇപ്പം ഈ കാണുന്ന ഡാഷ്ബോർഡ്. പുട്ടിന് അനുകൂലമായി. ഇനി ഈ സ്ട്രൈക്കിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ആ സ്ട്രൈക്ക് 25,300 പുട്ട്. 25,300 പുട്ട്. 25,300 പുട്ട് 11:10 ക്യാൻഡിലിന്റെ ടോപ്പാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. 11:10 ക്യാൻഡിലിന്റെ ടോപ്പിന്റെ പ്രൈസ് 106 റുപ്യാണ്. ഇതാണ് 11:10 ക്യാൻഡിൽ. 106 റുപ്യാണ്. അത് ഇപ്പം രണ്ടാമത്തെ ക്യാൻഡിൽ 11:11 ആയപ്പോൾ അത് 100ലേക്ക് ഇറങ്ങി. നമുക്ക് വേണ്ടത് 106 ആണ്. 106 വരാണ്ട് നമ്മളത് എടുക്കരുത്. അത് പിന്നെയും ഇറങ്ങി 94ലേക്ക് എത്തി. നേരത്തെ ഞാൻ ഫസ്റ്റ് സിഗ്നലിൻ്റെ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഏതായാലും സിഗ്നൽ വന്നില്ലേ, ഇതെന്തായാലും കയറല്ലോ, അപ്പോൾ ഇവിടുന്ന് തന്നെ എടുത്താൽ നമുക്ക് കൂടുതൽ ലാഭം കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരിക്കലും ട്രേഡ് ചെയ്യരുത്. ആ സിഗ്നല് ഈ പ്രൈസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ടാർഗറ്റിലേക്ക് എത്തുള്ളൂ. ഇവിടെ ടാർഗറ്റിൽ എത്തുന്നേരത്ത് നമ്മൾ നോക്കേണ്ടത് ഇന്ന് നമ്മളുടെ ഈ ദിവസത്തെ ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ ആദ്യത്തെ ട്രേഡായിട്ടാണ്. സിഗ്നൽ രണ്ടാമത്തേതാണെങ്കിലും അപ്പം നമ്മൾ വാങ്ങിയ പ്രൈസിൽ നിന്ന് ഒരു 12% പ്രോഫിറ്റ് കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ടാർഗറ്റ് ആദ്യം ഇട്ട് വെക്കണം. അല്ലെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കണം. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ട് പോകണം. 118 കടന്നാൽ ഇത് രണ്ടാമത്തെ ട്രേഡ് ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറിയ റിസ്ക് എടുക്കാമായിരുന്നു. എടുക്കരുത്. രണ്ടാമത്തെ ട്രേഡിലും റിസ്ക് എടുക്കാൻ നിൽക്കരുത്. പ്രോഫിറ്റ് തന്നെ ബുക്ക് ചെയ്യാന്നുള്ളതാണ് നല്ലൊരു സക്സസ്ഫുൾ ട്രേഡർ ചെയ്യേണ്ടത്. ഇത് ഇപ്പം രണ്ടാമത്തെ സിഗ്നലിൽ ഒന്നാമത്തെ ട്രേഡ്, ഇന്നത്തെ ഒന്നാമത്തെ ട്രേഡാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 106ലേക്ക് എത്തുമെന്ന് നോക്കുക. സമയം ഏകദേശം 11:15 കഴിഞ്ഞ് എന്നിട്ടും എത്തിയിട്ടില്ല. നമുക്ക് 11:10 സിഗ്നൽ വന്നത്. ഇപ്പം 11:18 നമ്മളുടെ പ്രൈസ് മേലേക്ക് ആ ഓർഡർ എക്സിക്യൂട്ടായി മേലോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ടാർഗറ്റ് ഇടേണ്ടത് 118 പിന്നെയും അത് താഴത്തേക്ക് ഇറങ്ങി വന്ന് ലോസിലാണ് ഇപ്പോൾ. പിന്നെയും ജസ്റ്റ് നമ്മളെ ബൈ പ്രൈസിലേക്ക് കയറി 106ലേക്ക് കയറി. പിന്നെയും അത് ഇറങ്ങി 101ലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് 12% നമ്മൾ ടാർഗറ്റ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് മാർക്കറ്റ് ഇൻഡെക്സിൽ മൊത്തത്തിൽ ബാരിഷ് ആയതുകൊണ്ട് ഇത് ടാർഗറ്റ് ഹിറ്റാവാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. നമുക്കത് വെയിറ്റ് ചെയ്ത് നോക്കാം. യെസ്, ഇപ്പം ഏകദേശം നമ്മളുടെ പ്രൈസ് വന്ന് ടാർഗറ്റ് ഹിറ്റായി. എത്ര മണിക്ക്? 11:37 ഫസ്റ്റ് ടാർഗറ്റ്, സേഫ് ടാർഗറ്റ് 12% ഹിറ്റായി. ആക്ച്വൽ ഇതിന്റെ ടാർഗറ്റ് 136 അത് ഇപ്പം രണ്ടാമതും 136 ഹിറ്റായി. എന്നിട്ടും അത് മേലോട്ടേക്ക് പോവാണ്. നമ്മളത് കാര്യമാക്കരുത്. നമ്മൾ ഒരു സക്സസ്ഫുൾ ട്രേഡർ അല്ലെങ്കിൽ ഒരു ട്രേഡറുടെ മൈൻഡ് സെറ്റ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈസിന് എടുക്കുക. ആ പ്രൈസിന് നമുക്ക് വേണ്ട പ്രോഫിറ്റ് 12% അങ്ങോട്ട് ഫിക്സ് ചെയ്യുക. 12% എത്തിക്കഴിഞ്ഞാൽ എക്സിറ്റ് അടിക്കുക. ആ 6 ലോട്ട് വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റ് മതി. അല്ലാണ്ട് നമ്മൾ കൂടുതൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് പിന്നെയും കാത്തു നിൽക്കുക, പിന്നെയും ട്രേഡ് അവിടെ തന്നെ അത് ബുക്ക് ചെയ്യേണ്ട നിൽക്കുക. അതൊക്കെയാണ് എല്ലാവർക്കും പറ്റുന്ന തെറ്റുകൾ. അങ്ങനെ ചെയ്യരുത്. നമ്മൾ തുടർച്ചയായിട്ട് ഒരേ മൈൻഡ് സെറ്റിൽ, അതായത് നമ്മളൊരു പ്രോഫിറ്റ് ഡിസൈഡ് ചെയ്യുക, ആ പ്രോഫിറ്റ് തന്നെ ഇറങ്ങാൻ തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ട്രേഡിൽ 4,680 റുപ്യ പ്രോഫിറ്റ് ഗെയിൻ ചെയ്ത്. അത് മേലോട്ട് 12%. 12% തുടർച്ചയായിട്ട് ഒരു 15-20 ട്രേഡ് നമ്മൾ എടുക്കുക. ആ 10, 12, 15 ട്രേഡുകൾ 12% ബുക്ക് ചെയ്യുന്നതാണ് ആക്ച്വൽ യുക്തി. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ്. ഇന്ന് ഞങ്ങളും 4,800 ചില്ലാൻ റുപ്യാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. 6 ലോട്ടാണ് എടുത്തത്. അവിടെ 118 നമ്മൾ എക്സിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് 136ലേക്കും പോയി. 162.30 ഹൈ, ഇന്നത്തെ ഹൈ. അതിൽ 162.30 രാവിലെ. അതിൻ്റെ ശേഷം അത് അപ്പുറം പോയിട്ടുണ്ടാവും. നമുക്ക് 118 കിട്ടിയോ അത് മാത്രമേ നമ്മൾ നോക്കണ്ടൂ. നമുക്ക് കിട്ടി. ഇന്നത്തെ ട്രേഡ് പ്രോഫിറ്റ് ലെൻഡായി. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ഇൻഡെക്സ് നോക്കിയിട്ട് കുൾ സ്റ്റോക്കിൻ്റെ ട്രേഡ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ കൂടുതൽ ട്രേഡ് ചെയ്യാന്നുള്ളതല്ല, ക്വാളിറ്റിയാണ്, ക്വാണ്ടിറ്റി അല്ല. പിന്നെ BTST ഇന്ന് വെള്ളിയാഴ്ച, ഇനി ശനി ഞായർ 2 ദിവസം മാർക്കറ്റ് ലീവും. അത് കൂടാണ്ട് നമുക്ക് തിങ്കളാഴ്ചയും കൂടി ഹോളിഡേ ആണ്, റിപ്പബ്ലിക് ഡേ. അപ്പം എപ്പോഴും നമ്മൾ BTST എടുക്കുന്ന നേരത്ത് വെള്ളിയാഴ്ച എടുക്കരുത്. ഒരു കാരണവശാലും എടുക്കരുത്. സിഗ്നൽ ഇതിൽ ജനറേറ്റ് ആവും, പക്ഷെ നമ്മൾ എടുക്കരുത്.
2 ദിവസം മാർക്കറ്റിൽ ലീവ് ഉണ്ട്. ഇപ്രാവശ്യം 3 ലീവാണ്. അപ്പം അതിന് ഹെവി റിസ്ക് ഉണ്ടാവും. അപ്പം ജസ്റ്റ് ഒരു ഒബ്സർവേഷന് എന്താണ് ഇന്ന് വന്നത്, എന്തായിരിക്കും ചൊവ്വാഴ്ച ഒരു ട്രെൻഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ സിഗ്നൽ ഞാൻ ഇട്ടുതരാം. ഇന്ന് വന്നിരിക്കുന്നത് 25,050 25,050 പുട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ആകുമ്പോൾ ഉള്ള ട്രെൻഡ്. പുട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമ്മളുടെ ഡാഷ്ബോർഡിലാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു ചുവപ്പ് മയാണ്. സ്കോറ് 0 ആണ്. സീറ്റ, സിഗ്മ, വോളിയം, സ്ട്രെങ്ത്, ട്രെൻഡ്, SNK എല്ലാം ബാരിഷാണ് കാട്ടുന്നത്. അപ്പം ചൊവ്വാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേ അറിയുള്ളൂ. നമുക്കിപ്പം തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. ആ തിങ്കളാഴ്ച രാവിലത്തെ 9:15 ക്യാൻഡിൽ എന്താണ് 9:15 ക്യാൻഡിൽ തരുന്ന സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അന്നത്തെ ട്രെൻഡ് ഉണ്ടാവുക. ഇന്ന് മാർക്കറ്റ് എല്ലാവരും ശ്രദ്ധിച്ചതാണ്. രാവിലെ ഗ്യാപ്പ് അപ്പിലായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ആയത്. ആ നേരത്ത് പിന്നെ മേലോട്ട് പോകുന്നുള്ളതായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഫുൾ സ്റ്റോക്ക് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നവർക്ക് ഉള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയ ആദ്യത്തെ ക്യാൻഡിലിൽ ആ ദിവസത്തെ ഒരു സൂചന നൽകും. ആ ദിവസത്തെ സൂചന PE ആണ്. 25,300 PE ആണ് 9:15 ക്യാൻഡിലിൽ കാട്ടിയത്. അപ്പം നമുക്കൊരു 55%, 100% ഒന്നും ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. 70% പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 55% മുൻതൂക്കം ഇന്ന് മാർക്കറ്റ് അപ് ട്രെൻഡിനുള്ള സാധ്യത കുറവാണ് എന്നുള്ളൊരു സൂചന നമുക്ക് കിട്ടി. ഇന്ന് ആ റേറ്റിൻ്റെ കാട്ടി മേലെ ഇൻഡെക്സ് ഇന്ന് പോയിട്ടില്ല. മാർക്കറ്റ് ഡൗണിലേക്ക് തന്നെയാണ് പോയത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം ആദ്യത്തെ സിഗ്നലിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ ആദ്യത്തെ സിഗ്നലിൻ്റെ ഒരു കൃത്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ സ്ക്രീൻ കണ്ടാൽ മനസ്സിലാവും. രാവിലെ തന്നെ അത് കാട്ടിയിട്ടുണ്ട്. ഡൗൺ ട്രെൻഡ് തന്നെയാണ് കാട്ടിയത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ ഇൻഡിക്കേറ്ററിൽ ഉണ്ട്. അത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്ന നേരത്ത് ഒരു GPS പോലെ നല്ല ഗൈഡിങ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അക്ഷിത, അപ്പോൾ ഇന്നത്തെ ട്രേഡ് കഴിഞ്ഞു. ഇനി ചൊവ്വാഴ്ചയാണ്. അപ്പം SNK ഇൻഡിക്കേറ്റർ ഇത് ട്രെൻഡ് ബേസ്ഡ് അല്ല, ടൈം ബേസ്ഡ് ആണ്. ദിവസം 2 ഇൻട്രാഡിയും ഒരു BTSTയും നിങ്ങൾക്ക് ആ ദിവസം എല്ലാ ദിവസവും രാവിലെ ഒരേ നേരത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എക്സാക്ട്ലി 9:29-നും 11:10-നും 3:24-നും മാത്രമേ സിഗ്നൽ ജനറേറ്റ് ചെയ്യൂ. ആ സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. ഇപ്പം തൃശ്ശൂർ ഇത് ഫ്രാഞ്ചൈസികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂർ ഇന്നലത്തേക്ക് ഒരു മാസമായി. ക്യാൻഡിൽ ലോഞ്ച് എന്നാണ് ആ ഫ്രാഞ്ചൈസിയുടെ പേര്. തൃശ്ശൂർ എവിടെയാണത്? മണ്ണുത്തിയിലാണ് ഈ ഫ്രാഞ്ചൈസി നടക്കുന്നത്. അവിടെ 10-30ഓളം അംഗങ്ങൾ വന്ന് ഈ സിഗ്നൽസ് മനസ്സിലാക്കിയിട്ട് നല്ല നിലയ്ക്ക് ട്രേഡ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ അക്ഷിത. ഓക്കെ സർ. നിഫ്റ്റി 50 ഇൻട്രാഡേ അനാലിസിസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.